ഇന്ത്യ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലില്ലാത്തവർ, ഈ നാടിനെ കീഴ്പ്പെടുത്തിയ ബ്രിട്ടീഷുകാരോടും അതേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും നമ്മുടെ നാടിനെ കോളനിയാക്കി വെച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. ദീർഘമായ സമരങ്ങൾ അതിൻ്റെ പേരിൽ അവരെ പുറത്താക്കാൻ വേണ്ടി നാട്ടിലുണ്ടായി. അതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അഹിംസ ലക്ഷ്യമാക്കി രക്തരഹിത വിപ്ലവത്തിലൂടെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ജാതിമത ഭേദമന്യേ ഇന്ത്യക്കാർ എന്നൊരാശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിൽ ഗാന്ധിജി വിജയിച്ചു. ഗാന്ധിജിയെ എതിർത്തവർ പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മാർഗത്തെ അംഗീകരിച്ചു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ആ സ്വാതന്ത്ര്യ സമരം പാഠപുസ്തകങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാഠപുസ്തകങ്ങൾ പോലും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ എല്ലാവരും, രാജ്യസ്നേഹികളെല്ലാവരും ശക്തമായി എതിർക്കുന്നു എന്നതൊരു സത്യമാണ്. ആ പാഠപുസ്തകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ മൗലാന അബുൽ കലാം ആസാദിനെ മാറ്റി നിർത്താൻ കഴിയുമോ? സ്വതന്ത്ര ഇന്ത്യയിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. നെഹ്റു പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ, മൗലാന അബുൽ കലാം ആസാദ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നുവല്ലോ. അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു മതക്കാരും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്.